ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇൻട്രാഡേ ലെവൽസിൻ്റെ പെർഫോമൻസ്, അതായത് നമുക്ക് ആ ലെവൽസ് ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ട്രേഡുകൾ എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ട്രേഡുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്. മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ എല്ലാ കോൺട്രാക്റ്റുകളും അവസാനിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വയലൻറ്റ് മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ കാണാൻ സാധിച്ചില്ല. രാവിലെ നമുക്കൊരു സ്പൈക്ക് ഉണ്ടായിരുന്നു, അതിനുശേഷം ഹ്യൂജ് കൺസോൾട്ടേഷൻ ആയിരുന്നു. പിന്നെ 3 മണിക്ക് ഉണ്ടായിട്ടുള്ള ഒരു റിക്കവറിയാണ്, അതായത് 3 PM ക്യാൻഡലിൻ്റെ റിക്കവറി. ഏകദേശം 100 പോയിൻറ്റിന് മുകളിൽ നിഫ്റ്റിയിൽ റിക്കവറി ഉണ്ടായി. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 500 പോയിൻറ്റിൻ്റെ റിക്കവറിയാണ് ഉണ്ടായത്. നമുക്ക് ഹീറോ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. ഒരു രൂപയിൽ നിന്നും 52 രൂപ വരെ നമ്മുടെ നിഫ്റ്റിയിൽ പ്രീമിയം മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 200 പോയിൻറ്റിന് ഒരു പ്രീമിയം മൂവ്മെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഹീറോയിലൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ നമ്മുടെ സെറ്റപ്പ് വെച്ചിട്ട് ഇന്ന് ഞാൻ 2 ട്രേഡുകളാണ് എടുത്തിട്ടുള്ളത്, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ 2 ട്രേഡുകൾ എടുത്തത്. നമ്മുടെ സെറ്റപ്പ് ഉപയോഗിച്ച് മാത്രമാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. സോ അത് നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ഓൾറെഡി ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നിഫ്റ്റിയിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇതറിയാം, ഇതൊരു ഡിമാൻഡ് ഏരിയ ആണ്. ഈ ഡിമാൻഡ് ഏരിയ ശക്തമായി ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ കൺസോൾട്ടേറ്റ്, അതായത് റീടെസ്റ്റ് വന്ന സമയത്താണ് ഞാൻ പുട്ട് ഓപ്ഷൻ വാങ്ങിയത്. നമ്മുടെ ഈ ഒരു ടാർഗറ്റ്, അതായത് അടുത്ത ഡിമാൻഡ് ഏരിയ ഫൈനൽ ടാർഗറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് അറിയാം ഇത് ഒരു ഡിമാൻഡ് ഏരിയയാണ്. മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. ഇതൊരു ഡിമാൻഡ് ഏരിയ ആണെന്ന് നമുക്കറിയാം. ഈ ഡിമാൻഡ് ഏരിയയിൽ കുറേ നേരം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് പ്രോപ്പറായിട്ടുള്ള റീടെസ്റ്റും കിട്ടിയ സമയത്ത് നമുക്കൊരു പുട്ട് ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ട്. ആ പുട്ട് ഓപ്ഷൻ നമുക്ക് ഈ ഒരു ലെവൽ വരെ, നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ആയിട്ടുള്ള ഈ ലെവൽ വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ട്രേഡുകളാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും. ഈ 2 ട്രേഡുകളാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. ഇന്നലത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ദിവസം നമുക്ക് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. 1 മിനിറ്റിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് നല്ല രീതിയിൽ ഇവിടെ ഒരു ബൈങ് നടന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു സപ്ലൈ ഏരിയ വരെ പോയി അവിടുന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഇവിടുന്ന് ബൈങ് വന്ന് ഒരു പുൾ ബാക്ക് വന്ന സമയത്താണ് ഒരു കോൾ ഓപ്ഷൻ വാങ്ങിയത്. നമ്മളെ ഫൈനൽ ടാർഗറ്റ് വരെ ഹിറ്റ് ചെയ്തു. അതിനുശേഷം ഇതൊരു നല്ല സ്ട്രോങ് സപ്ലൈ ഏരിയ ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്തതിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത സമയത്ത് വീണ്ടും ഒരു ഒരു കോൾ ഓപ്ഷൻ വാങ്ങി നമ്മുടെ ഫൈനൽ ടാർഗറ്റായിട്ട് ഈ റേഞ്ച് വരെ ഹിറ്റ് ചെയ്തു. നമ്മൾ ആ റേഞ്ച് വരെ മാർക്കറ്റ് പോയി. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ലെവൽസിൻ്റെ പെർഫോമൻസ് ആണ്. ഓരോ ദിവസവും വളരെ നല്ല രീതിയിൽ ലെവൽസ് പെർഫോം ചെയ്യുന്നുണ്ട്. നമുക്കൊരു 10 ദിവസം എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം 1-2 ദിവസം മാത്രമേ നമുക്ക് ചെറിയ രീതിയിലൊരു ഫെയിലിയർ വരുന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസവും നല്ല രീതിയിൽ നമ്മുടെ ലെവൽസ് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഈ ലെവൽസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമ്മുടെ ടീമിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. വളരെ പെട്ടെന്ന് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് നാളെ നമുക്ക് മാർക്കറ്റ് ഇല്ല. നാളെ മാർക്കറ്റ് അവധിയാണ്. നമുക്കിനി മൺഡേ ആണ് മാർക്കറ്റ് ഉള്ളത്. അപ്പം നാളെ നമുക്ക് വീക്ക്ലി അനാലിസിസ് ചെയ്യാം. വീക്ക്ലി അനാലിസിസ് നമുക്ക് കൂടുതലായിട്ട് ലെവൽസിൻ്റെ ചേഞ്ചസും അതുപോലെ തന്നെ ഓവറോൾ മാർക്കറ്റ് അടുത്ത ദിവസത്തേക്ക് എങ്ങനെയൊക്കെ പോകാൻ ചാൻസസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ദിവസം നമ്മൾ ഇത് മാത്രം, അതായത് ഇന്നത്തെ സെറ്റപ്പ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ലെവൽസുകൾ നിങ്ങൾ പ്ലോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു വർക്ക്, അതായത് ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ 2 ട്രേഡുകളാണ് നല്ല പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് പറ്റിയിട്ടുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.